പാലക്കാട് കോട്ടായിയിൽ വിവാഹ വസ്ത്രമെടുത്തതിലെ സാമ്പത്തിക തർക്കത്തെ തുടർന്ന് വീട് കയറി ആക്രമണം. കോട്ടായി സ്വദേശി മൻസൂറിന്റെ വീട്ടിൽ പുലർച്ചെ എത്തിയ അക്രമികൾ 8 വാഹനങ്ങൾ തകർത്തു. മൻസൂറിന്റെ അനിയൻ മുബാറക്കും സുഹൃത്തുക്കളും തമ്മിലുള്ള പ്രശ്നമാണ് ഈ വീട് കയറി അതിക്രമത്തിലേക്ക് നീങ്ങിയത്. കുറച്ചു ദിവസമായി പ്രശ്നമുണ്ടായിരുന്നതായും കോട്ടായി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നതായും മൻസൂറും മുബാറക്കും പറയുന്നു. വീടിന്റെ വാതിൽ ചവിട്ടി പൊളിക്കാൻ നോക്കി. നടക്കാതെ വന്നതോടെ വാഹനത്തിന് നേരെയായി അക്രമം. ചില്ലുകൾ അടിച്ചു പൊട്ടിച്ചു, ബൈക്കുകൾ ചവിട്ടി നിലത്തിട്ട് പൊളിച്ചു. ഇന്നത്തെ ദിവസം കോട്ടായി സ്വദേശി മൻസൂറിനും അനിയൻ മുബാറക്കിനും കുടുംബത്തിനും ഒരിക്കലും മറക്കാൻ കഴിയില്ല. മുബാറക്കും സുഹൃത്തുക്കളും ഒരു വിവാഹത്തിനായി വസ്ത്രങ്ങൾ വാങ്ങിയിരുന്നു. എന്നാൽ അത് വാങ്ങിയതിലെ സാമ്പത്തിക തർക്കമാണ് വലിയ അക്രമത്തിൽ എത്തി നിന്നത്. എല്ലാവരും കൂടി വന്നിട്ട് കുട്ടികളെ വെളിയിലിറക്കാൻ പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയിട്ട്. ഞങ്ങൾക്ക് വെളിയിൽ വരാൻ പറ്റില്ലല്ലോ. വാതിൽ ഡോറിൽ അങ്ങനെ പ്രസ് ചെയ്തിട്ടേ നിന്ന് വെളിയിൽ വരാണ്ട്. കാറിനുടക്കുന്ന ശബ്ദമൊക്കെ നല്ല 10 മിനിറ്റ് സമയം കൊണ്ടാണ് ചെയ്തിട്ട് പോയിരിക്കുന്നത്. കുട്ടീന്ന് ഒരേ കരച്ചിൽ, കുട്ടി ഞങ്ങളും ഉള്ളിൽ നിന്നിട്ട് ഒരേ കരച്ചിലായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ 4 മണി സമയത്ത്. കഴിഞ്ഞ ദിവസങ്ങളിലും മുബാറക്കും സുഹൃത്തുക്കളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തതാണ്. അയൽവാസി എൻ്റെ അനിയൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ചെറിയൊരു വാക്കുതർക്ക പ്രശ്നം ഉണ്ടായിരുന്നു. അത് അവർ രണ്ടുപേരും തമ്മിൽ നാട്ടുകാരൊക്കെ ഇടപെട്ട് അത് തീർത്തതാണ്. അപ്പോൾ അവൻ കൂട്ടിയിട്ട് വന്ന ഗുണ്ടകളാണോ ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല, അവൻ്റെ കൂടെ ഉള്ളവരാണെന്നുകൊണ്ട് കൂട്ടിയിട്ട് വന്നവരെ നമ്മൾ നാട്ടിലൊക്കെ ഉപദേശിച്ച് വിട്ടാക്കി. അതിന് ശേഷം നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഡ്രസ് കോഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ് കോഡിന് പൈസ ഒരു 4 ദിവസം വൈകി. അപ്പോൾ കുറേ പേര് കൊടുക്കാണ്ടായിരുന്നു. രാത്രി 1 മണിക്കാകുമ്പോൾ വീട്ടിൽ കയറി പൈസ ചോദിച്ചപ്പോൾ എന്നെ വിളിച്ച അനാവശ്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു. ഇന്നലെ പോലീസ് പരാതിയും കൊടുത്തു. ഇന്നലെ വൈകിട്ട് ഇവർ നമ്മളെ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ പോയി പറഞ്ഞു. എന്നിട്ട് പോലീസുകാർ ഒന്നും ഇത്ര ഇതായിട്ടില്ല. ട്രാവൽസ് നടത്തുന്ന മുബാറക്കിന് 2 ലക്ഷം രൂപയുടെ നഷ്ടമെങ്കിലും അക്രമം കാരണമുണ്ടായി.